അതെ, ഞാനുണ്ടല്ലോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു നാളത്തേക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ സാധാരണ ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ, ഇപ്പോൾ തോരനൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ഹാഫ് വേവിച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം തേങ്ങ ചിരണ്ടി ചേർത്തിട്ട് ഹാഫ് വേവിക്കും. അപ്പോൾ കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്തൊക്കെ വരും. അപ്പോൾ നമുക്ക് രാവിലെ പെട്ടെന്നൊക്കെ പോകണമെങ്കിൽ പെട്ടെന്ന് വെപ്രാളപ്പെട്ടിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് 6 അവേഴ്സാണ് ഡ്യൂട്ടി. അപ്പോൾ മോർണിംഗ് 8 o'clock പോയാൽ 2 o'clock ഞങ്ങളുടെ ഡ്യൂട്ടി തീരും. 2:30 2:45 ആകുമ്പോൾ നമ്മൾ വരുമ്പം എനിക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. വെപ്രാളപ്പെടാതെ ഉണ്ടാക്കി വെച്ചേക്കുന്നതായതുകൊണ്ട് വിശന്ന് വരുമ്പോഴേ ഫുഡ് എടുത്ത് കഴിക്കാൻ എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറ് സാധാരണ. അപ്പം ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് നാളത്തേക്കുള്ള കുറച്ച് ഹാഫ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഹാഫ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റിലായിട്ടുള്ള വെജിറ്റബിളാണ് ബീട്രൂട്ട്. അപ്പോൾ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ബാ. അപ്പോൾ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തു. അപ്പം എല്ലാവരും ഈ ബീട്രൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കൊന്നിനും ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നതെന്ന് തോന്നുന്നു. അതിൽ ഇങ്ങനെ ഉരച്ചുരച്ചിട്ട് എടുക്കുന്നത്. പക്ഷേ എനിക്കത് ഇഷ്ടമില്ല. ബീട്രൂട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അത് എടുക്കുന്നത് എനിക്കിഷ്ടം. അപ്പം ഞാൻ ബീട്രൂട്ടിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് ഉള്ളിയാണ് ഇട്ടേക്കുന്നത്. സവോള എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി ഉപയോഗിക്കുന്നത്. ചട്ടിയൊക്കെ നന്നായിട്ട് വെച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ എണ്ണ ഒഴിച്ചു അതൊന്ന് നന്നായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതിലേക്ക് കടുക് ഇടാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് അതിലേക്ക് ഞാൻ ഇട്ട് കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങി. കണ്ടോ, ഇട്ടപ്പോൾ തന്നെ എൻ്റെ കടുക് പൊട്ടി. കാരണം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടുക് പൊട്ടി അങ്ങോട്ട് നന്നായിട്ട് എല്ലാം പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ടു. അത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒന്ന് പച്ചമുളക് ഒന്ന് ജസ്റ്റ് വാടിക്കഴിഞ്ഞപ്പം അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് എൻ്റെ അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ടും ആ ഒരു പച്ചമുളകും കൂടി ഇട്ടു. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൂട്ടിച്ചേർത്തെടുത്ത് അത് ചെറുതായിട്ടൊന്ന് ചൂടായി ഒന്ന് വാടി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. കാരണം മഞ്ഞൾപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വീട്ടിൽ നിന്ന് പൊടിച്ചുകൊണ്ട് വന്ന മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് അതൊന്ന് തുറന്നിരുന്ന് വഴണ്ട് വരണം. അടച്ചു വെച്ച് വഴറ്റാനായിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം വെക്കാൻ. അപ്പം അങ്ങനെ വഴറ്റാനായിട്ട് വെച്ച് ഉപ്പിട്ടു. ഇതേ കണ്ടോ, ഉപ്പ് എനിക്ക് കൈപ്പിടിയിൽ ഇടാനേ അറിയത്തുള്ളൂ. സ്പൂൺ കൊണ്ട് ഉപ്പിടാനായിട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് ബീട്രൂട്ട് മെഴുക്കുവരട്ടിക്ക് അത് ഇച്ചിരി മുളക് പൊടി ചേർക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ മുളക് പൊടിയുടെ ടേസ്റ്റ് അതിനകത്ത് ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഒത്തിരി ചേർക്കരുത്. ജസ്റ്റ് ഒരു കളർ ചേഞ്ചസിനും ചെറിയൊരു മുളകിൻ്റെ ടേസ്റ്റിന് വേണ്ടി അത് നമ്മൾ എന്നിട്ട് നന്നായിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് അടച്ച് വേവിക്കാറായിട്ടുണ്ട്. കാരണം എണ്ണയിലൊന്ന് വഴണ്ടു തുറന്നിരുന്ന്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് അടച്ച് അതൊന്ന് വേവിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത് ഒന്നും കൂടി ഒന്നൊരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കിയെടുക്കണം. ബീട്രൂട്ട് ഞാൻ ഒത്തിരി അങ്ങ് വേവിച്ച് ആക്കുന്നില്ല. എനിക്ക് ചെറുതായിട്ടൊന്ന് വാടിയാലും ബീട്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഫൈനൽ സ്റ്റേജ്.